ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഫാൻസിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ഫാൻസ് ചിലപ്പോൾ പാട്ട് പാടാൻ പറയും, ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഇടാൻ പറയും എന്നൊക്കെ പറയല്ലോ. മോൻ ഇപ്പൊ ഈ ഒരു ജേർണിയിൽ മോൻ ത്രൂ ഔട്ട് ഓർത്തിരിക്കുമ്പോഴേ മോന് ഭയങ്കര മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കമന്റോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞതോ ആരുടെയാ? അങ്ങനെ അതായത് കുറേ ഉണ്ടാവുമല്ലോ അതിൽ. പക്ഷേ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആളിപ്പോൾ ഒട്ടും ഓക്കെ അല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ആ സമയത്ത് ഞാൻ ഇപ്പോഴും അമ്പലത്തിൽ പോകുന്ന സ്റ്റോറീസും ഒക്കെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ആൾ വയ്യാത്തൊരിതിൽ കിടക്കുകയാണ്. ഓരോ ദിവസം ആളും ഒരു കൃഷ്ണഭക്തനാണ്, ഞാനും ഒരു കൃഷ്ണഭക്തനാണ്. അപ്പോൾ ഇങ്ങനെ കൃഷ്ണ അമ്പലത്തിൻ്റെയും അതുപോലെ കൃഷ്ണൻ്റെ പാട്ടുകളും എൻ്റെ സ്റ്റോറി കൂടെ കാണുമ്പോൾ അവർക്ക് കുറച്ചും കൂടിയും എന്താ പറയുക, ഭയങ്കരമായിട്ട് എണീറ്റ് നടക്കാനുള്ളൊരു ഇത് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഓക്കെ ആവുന്നുണ്ട്, ഇനിയും സ്റ്റോറീസ് ഇടുമെന്ന്. അത് ഞാൻ ഒട്ടും ഓക്കെ അല്ലാത്ത സമയത്തായിരുന്നു കണ്ടിരുന്നത്. അതിപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കാറുണ്ട്. കാരണം എന്നെ കൂടി ഒരാൾക്ക് സന്തോഷം കിട്ടിയില്ലേ, അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട്. അതെ, നമുക്ക് ബീൻ ആൻ ഇൻഫ്ലുവൻസർ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ അറിയുന്നില്ല എത്ര പേർക്കാണ് നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു സന്തോഷം കൊടുക്കുക. കമന്റ്സ് വരാറുണ്ടല്ലോ താഴെ, ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ കൂടെ കൂടുതൽ അപ്പോൾ മാറ്റി നിർത്തുന്നവരുടെ ഇടയിൽ നമുക്ക് ചേർത്ത് നിർത്താൻ ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രണ്ട് സർക്കിൾ ഇല്ല, ഇപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നു, ഇപ്പം എല്ലാവരും എടാ എനിക്ക് ഇന്നൊരു ബുദ്ധിമുട്ടുണ്ട് നീ വരണം എന്ന് പറയാൻ അങ്ങനെ ഒരാളില്ല എനിക്ക്. അപ്പോൾ നമ്മളെ എന്താ പറയുക, അവരുടെ ഒരു അനിയനായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക അവരുടേതെന്ന് തോന്നിക്കുന്ന രീതിയിൽ നിർത്തുമ്പോൾ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മൾക്ക് സ്കൂളിൽ പഠിച്ചപ്പോഴൊന്നും ഫ്രണ്ട്സുമായിട്ട്, അതായത് ഉണ്ടായിരുന്നു, 9ാം ക്ലാസ് വരെയൊക്കെ സ്കൂളിലായിരുന്നു. എനിക്ക് 8, 9 കോവിഡ് ടൈം ആയതുകൊണ്ട് ഓൺലൈനിൽ പോയി. 7ാം ക്ലാസ് വരെ സ്കൂൾ ടൈം ആയിരുന്നു. പക്ഷെ അത്രയും ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടാറില്ല സ്കൂൾ ടൈം. എന്തോ എനിക്ക് സ്കൂളിൽ പോകാൻ ഓക്കെ ആയിരുന്നു, ടീച്ചേഴ്സ് എല്ലാം ഓക്കെ ആയിരുന്നു. അവിടെ ആയിരുന്നു എനിക്ക് കൂടുതലും എന്താ പറയുക ഡാൻസ് ആയാലും പാട്ടായാലും. ഇപ്പം ഞാൻ ചെറുപ്പത്തിലേ പാട്ട് പാടാറുണ്ട്. അപ്പം എനിക്ക് എന്താ പറയുക ഇങ്ങനെയായിരിക്കും കഴിവെന്നൊന്നും അറിയില്ലല്ലോ. ഇന്ന പോലെ പാട്ട് പാടുന്നുണ്ട്, അവർ കേൾക്കുമ്പോൾ ഇത്ര ബോറായിട്ട് തോന്നുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പത്തിൽ ആ ഒരു ഇതിൽ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറയാണ് ഒരു ഫെമിനിറ്റി എല്ലാവർക്കും ഫീൽ ചെയ്യാറുണ്ടെന്ന് എല്ലാവരും പറയാറുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നായാലും നമുക്ക് അത്രയും എന്താ പറയുക ഹേർട്ട് ചെയ്യുന്നതായിട്ട് അവർ സംസാരിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാൻ ഒട്ടും തോന്നാറില്ല. ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ അവരെന്നെ അങ്ങനെ പറയില്ലേ, ഇനി പോയിട്ട് എന്തിനാ അങ്ങനെ തോന്നാറുണ്ട്. ഒരേ ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്താണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് അറിയാം, എൻ്റെ കൂടെയുള്ളവർക്കറിയാം, അത് മതി. മറ്റുള്ളവർ ഇന്ന് നമ്മളെ കാണുന്നു, നാളെ അവർ പോകുന്നു, നമ്മളാണ് ജീവിക്കേണ്ടത്. സോ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ തളർന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണോ ഭരത് സ്കൂളിൽ പോവാതെ വീട്ടിൽ ഇരുന്ന് നമുക്ക് പഠിക്കാമെന്ന് ഡിസൈഡ് ചെയ്തത്? അത് ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചിന്തിക്കുമായിരുന്നു, ക്ലാസ്സിൽ പോകാതിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എത്രയോ നല്ലതാ, ഇങ്ങനെ കേൾക്കണ്ടായിരുന്നല്ലോ എന്നൊക്കെ. പക്ഷേ ഇങ്ങനെ നിർത്തിയത് ഈ പ്രശ്നം കൊണ്ടായിരുന്നു. എനിക്കിപ്പോഴും സ്കൂളിൽ ഇപ്പോൾ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ കോളേജിൽ പോയി ചെയ്യാനാണ് താല്പര്യം. ഓൺലൈനായിട്ട് തന്നെ ചെയ്യാം. പക്ഷെ എനിക്ക് ഇപ്പോൾ കോളേജ് ലൈഫ് ഇഷ്ടമാണ്. കോളേജിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക മെച്യൂർഡ് ആയിട്ടുള്ള ചിന്തിക്കുന്നവരായിരിക്കും. അപ്പോൾ അവരെ കൂടെ നമുക്ക് ലൈഫ് കുറച്ചും കൂടി ഉണ്ടാവും. പിന്നെ മാത്രമല്ല ഇനി കോളേജ് ജോയിൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു സെലിബ്രിറ്റി ലൈഫ് ആയിരിക്കുമല്ലോ. എത്ര പേർക്ക് അറിയാമായിരിക്കും ഇത്രയും വ്ളോഗും ഒക്കെ ചെയ്തിട്ടൊക്കെ വന്ന്. പിന്നെ മാത്രമല്ല ഇപ്പം മാറ്റി നിർത്തിയ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞില്ല, അവരൊക്കെ ഇപ്പം മെസ്സേജ് അയക്കുമോ അല്ലെങ്കിൽ അവർ റീച്ച് ചെയ്യാൻ നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എന്നെ അതായത് മാറ്റി നിർത്തിയ കുറേ പേരുണ്ട്. അവർ വന്നിട്ട് നിന്റെ റീല് ഞാൻ കണ്ടിരുന്നു, എന്ത് രസമായിട്ടാണ് നീ അതിൽ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ അവരും പറയാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ നാട്ടിൽ നിന്നല്ലെങ്കിൽ പോലും നാട്ടിൽ പക്ഷേ ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിൽ കൊറിയോഗ്രാഫി ചെയ്യുന്നുണ്ട്, ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ NSS വനിതാ സമാജം, എൻ്റെ അമ്മയൊക്കെ ചെയ്യുന്നവർക്ക് തിരുവാതിര പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഒരു അമ്മമാരെ കൂടുതൽ സ്നേഹം കിട്ടാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒക്കെ ഞാൻ ഓക്കെയാണ്. അങ്ങനെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണോ മോൻ? അമ്മമാരുടെ ഒക്കെ ആയിരിക്കത്തില്ലേ? ഇപ്പൊ ഞാൻ അടുത്ത ദിവസം കടയിൽ പോയ സമയത്ത് ഇങ്ങനെ ഒരു അമ്മ വന്നിട്ട് മിണ്ടി, മോൻ്റെ വീഡിയോസൊക്കെ അത്രയും നല്ലതാണ്, ഞാൻ പോലും ഇത്രയും വൃത്തിയായിട്ട് എൻ്റെ അടുക്കള സൂക്ഷിക്കാറില്ല എന്ന് പറഞ്ഞു. എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ കാണിച്ചു കൊടുത്തിട്ട് പറയാറുണ്ട് ഈ കുട്ടീനെയൊക്കെ ഒരു മോനായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന്. അപ്പം എന്താ പറയാ നമുക്ക് പ്രൗഡ് തോന്നാറുണ്ട് എനിക്ക് സത്യത്തില്. നമ്മുടെ അമ്മമാർക്കൊക്കെ അത് ഭയങ്കര, അതിപ്പോ ഞാൻ പറഞ്ഞില്ല എന്റെ അമ്മയൊക്കെ കണ്ട പറയും കണ്ടോ ആ പയ്യൻ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്ന, നീയൊക്കെ എന്തെങ്കിലും ചെയ്യുമോ ഒന്ന് ചോദിക്കൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു വ്യൂവേഴ്സിന് വേണ്ടിയിട്ടേ, എന്തായാലും കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളാണല്ലോ, നമുക്ക്
പെട്ടെന്ന് ടപ്പെന്ന് പറഞ്ഞ അധിക സാധനങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞു തരൂ. അതാ ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് അരച്ച് കലക്കി. അത് കൂടുതൽ ആരും ചെയ്ത് കണ്ടിട്ടില്ല ഞാൻ. അത് റെസിപ്പി പറയണോ? നാളികേരത്തിലേക്ക് തൈരും വറ്റൽമുളകില്ലേ, വറ്റൽമുളകും കൂടി അരക്കണം. നാളികേരത്തില് വറ്റൽമുളകും തൈരും ഒഴിച്ചിട്ട് നമ്മൾ അരയ്ക്കാം, നന്നായിട്ട് അരയ്ക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം, കടുകും വറ്റൽമുളകും കറിവേപ്പില ഇടാം. എന്നിട്ട് ഈ അരച്ചത് ഒഴിച്ചു കഴിഞ്ഞാൽ കറി സെറ്റ്. കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് ഇത് ഒഴിക്കുക. നമ്മുടെ ചട്നി പോലെ തന്നെ അതില് നമ്മള് വറ്റൽമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ, ഉപ്പും വറ്റൽമുളക് ഉപ്പും മാത്രമേ ചേർക്കുന്നുള്ളൂ അരയ്ക്കാൻ, തൈര് ഒഴിച്ചിട്ട്. ഈ ചട്നിയിൽ നമ്മൾ തൈര് ഒഴിക്കില്ല, പക്ഷെ ചില സ്ഥലത്ത് ഒഴിക്കുന്നവരുണ്ട്. ഈ ചട്നിയിൽ തൈര് ഒഴിച്ചിട്ട് നമ്മൾ കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ അരച്ച് കലക്കി. അത് നമുക്ക് ഏറ്റവും നന്നായിട്ട് കഴിക്കാൻ പറ്റും. അതിന്റെ കൂടെ ഏറ്റവും ഒരു കോമ്പിനേഷനാണ് കൊണ്ടാട്ടമുളക്. പിന്നെ നമുക്കിത് ചോറിന്റെ കൂടെ ആണോ കഴിക്കേണ്ടത്? ചോറും ഇതും കൊണ്ടാട്ടും, അതാണ് കോമ്പിനേഷൻ വരുന്നത് അല്ലേ? ഓക്കെ, ഇനി ഒരു ഡെസേർട്ട് പറഞ്ഞുതരും, മധുരമുള്ള എന്തെങ്കിലും ഞങ്ങൾക്ക് ടപ്പെന്ന് ഉണ്ടാക്കാൻ. ഞാൻ അങ്ങനത്തെ ഉണ്ടാക്കാൻ ശർക്കരയൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കില്ലേ? ഞാൻ സ്നാക്ക് പറയട്ടെ. പപ്പടമില്ലേ, നമ്മുടെ പപ്പടം, അതിന്റെ അറ്റം ഇങ്ങനെ വെള്ളം കൊണ്ട് നനയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അവല് വിളയിച്ചതില്ലേ, അവല് വിളയിച്ചതോ അല്ലെങ്കിൽ അവല് നനച്ചതോ, നാളികേരത്തിലേക്ക് ശർക്കരയും അവലും ഏലക്കപ്പൊടിയും കൂടിയും കുഴച്ചിട്ട് ഈ പപ്പടത്തിൻ്റെ ഉള്ളിൽ വെക്കുക. എന്നിട്ട് സൈഡ് ഒട്ടിച്ചിട്ട് നമ്മൾ വറക്കാം. ഏറ്റവും നല്ലതാ, ഏറ്റവും നല്ല സ്നാക്ക് ആണല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നോൺ ഐറ്റംസ് ഒന്നും അങ്ങനെ അധികം കുക്ക് ചെയ്യത്തില്ലേ? കുക്ക് ചെയ്യും. എന്തൊക്കെയാ മോന് ഇഷ്ടമുള്ള? ചിക്കൻ. ചിക്കൻ ഐറ്റംസ് ഒക്കെ ആണല്ലേ? ഓക്കെ, ഇപ്പൊ കുറെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഭരത്തിന്റെ സന്തോഷം, ഹാപ്പിനെസ് എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ? വാട്ട് ഈസ് യുവർ ഹാപ്പിനെസ് എന്ന് നമ്മൾ ചോദിക്കുമല്ലോ, അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ, അതായത് എൻ്റെ ഹാപ്പിനെസ്സാണ് പറയുന്നത്, ആൾക്കാരുടെ ഇടയിൽ അവർക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട്, അതായത് അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഇപ്പോൾ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ അവരായിട്ട് പുറത്ത് പോയിട്ട് ആഘോഷിക്കുന്നതിൽ നല്ലത് അവരെ വീട്ടിൽ വിളിച്ചിട്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കി അവരുടെ കൂടെ ഇരുന്ന് അങ്ങനത്തെ ആ സമയം, അതാണ് ഏറ്റവും ഹാപ്പിനെസ്. ഓക്കെ, ഞാൻ ഒരു കാര്യം വിട്ടു, അച്ഛൻ്റെ അമ്മയുടെയും ചേച്ചിയുടെയും കാര്യം നമ്മൾ പറഞ്ഞു, ഇവരുടെയൊക്കെ പേരൊന്ന് പറയാവോ? അച്ഛൻ്റെ പേര് വിനയകുമാർ എന്നാണ്, അമ്മയുടെ പേര് സീത, ചേച്ചിയുടെ പേര് ഭദ്ര. പിന്നെ എനിക്ക് മുത്തശ്ശനുണ്ട്, മുരളീധരൻ എന്നാണ് പേര്. പാട്ട് പാടുവോ? ഇല്ല, പാട്ട് പാടത്തില്ലേ? പക്ഷെ സൗണ്ട് കുറച്ചൊരു പതിഞ്ഞ സൗണ്ടിൽ. അതും ചോദിച്ചായിരുന്നു ഇങ്ങനെ, വേറൊരു നിനക്കില്ലേ നീ പാട്ട് പാടില്ലേ നന്നായിട്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചതാ, ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിച്ചോണ്ട് വരുന്നു, ഉള്ള ഫോളോവേഴ്സിനെ കൂടി കളയാനാണോ എന്ന്. അതായത് എന്നെ കൊണ്ട് സെറ്റ് ആവാത്ത കാര്യം പാട്ട് പാടല്. ഇപ്പൊ എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് പാട്ട് പാടിക്കൂടെന്ന്, പക്ഷെ ഞാനിങ്ങനെ അപ്പോൾ എനിക്കിങ്ങനെ ചിലപ്പോൾ കൊള്ളായിരിക്കും എന്നുള്ള രീതിയിൽ ആരും ഇല്ലാത്തപ്പോൾ റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പം ഞാൻ തന്നെ കേൾക്കുമ്പോൾ അയ്യ ഇത്ര പോരായിരുന്നാ അങ്ങനെ തോന്നാറുണ്ട് എനിക്ക്.